കുറെ ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു മാഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തു. കാത്തിരിക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ജാനമൻ സംവിധാനം ചെയ്ത സംവിധായകൻ ചിദംബരം അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സിനിമയാണ്. അതുകൂടാതെ നമ്മുടെ മലയാള സിനിമയിലെ യുവതാരങ്ങളായിട്ടുള്ള ഒരുപാട് പേർ അഭിനയിക്കുന്ന സിനിമ മാഞ്ഞുമൽ ബോയ്സ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, സൗബിൻ ഷാഹിർ, ഗണപതി, ലാൽ ജൂനിയർ, ദീപക് പറമ്പോളി, ഖാലിദ് റഹ്മാൻ ഇതിനൊക്കെ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തു. പിന്നെ സലീം കുമാറിന്റെ മകൻ ചന്തു സലീം കുമാർ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സിനിമയിൽ അണിനിരക്കുന്നതാണ്. അപ്പം റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ശരിക്കും നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തൊരു സിനിമയാണ് മാഞ്ഞുമൽ ബോയ്സ് എന്ന ഈ ഒരു സിനിമ. അതായത് കൊച്ചിയിലുള്ള മാഞ്ഞുമൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് കൂട്ടുകാർ ഉണ്ടാവും. അവര് ഒരു ടൂർ അറേഞ്ച് ചെയ്യാണ്. കൊടൈക്കനാലിലേക്ക് ടൂർ അറേഞ്ച് ചെയ്യാണ്. അങ്ങനെ കൊടൈക്കനാലിൽ പോകുന്നതും അവിടെ നിന്നുണ്ടാകുന്ന രസകരമായ കുറെ സംഭവങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു അപകടമല്ല, ഒരു വലിയൊരു അപകടമാണ്. അപ്പൊ അതിൽ നിന്നും എങ്ങനെ ഇവർ സർവൈവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ശരിക്കും നടന്ന 2006 ശരിക്കും നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. മാഞ്ഞുമൽ ബോയ്സ് എന്ന ഒരു ടീമുണ്ട്. ആ ഒരു ടീമിനെ കുറിച്ചൊക്കെ സിനിമ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. സിനിമയുടെ പേര് കൊടുക്കുന്നത് ഏറ്റവും ക്ലൈമാക്സ് രംഗത്തിലെ ഏറ്റവും ലാസ്റ്റ് പേരെ കൊടുത്തതിന് ശേഷമാണ് ലാസ്റ്റാണ് സിനിമയുടെ പേര് കൊടുക്കുന്നത്. മാഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ പേര് കൊടുക്കുന്നത്. സിനിമയുടെ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 45 മിനിറ്റ് ശരിക്കും എന്റർടൈൻമെന്റ് ആയിരുന്നു. അതായത് നല്ല രസിച്ച് നല്ല കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ ആയിരുന്നു. ആദ്യത്തെ ഒരു 45 മിനിറ്റ് നമ്മളെ ചിരിപ്പിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു മൂഡുണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിലെ ഏത് കാലഘട്ടത്തിലായാലും നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സംഭവം ശരിക്കും എടുത്ത് കാണിക്കേണ്ട ആ ഒരു 45 മിനിറ്റിൽ. 45 മിനിറ്റിന് ശേഷം പിന്നെ ഇമോഷണൽ ആണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ അതിനൊരു ബാക്ക് സ്റ്റോറി ചെറുപ്പത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്ക് കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിന്റെ ആ ഒരു എന്താ പറയാ വിഷ്വൽസും ആ സ്ക്രീനും ആ ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ ഈ ടെക്നിക്കൽ സൈഡ് മൊത്തം സൂപ്പർ തന്നെ അറിയാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. സിനിമ മൊത്തത്തിൽ എടുത്തു നോക്കാതെ ഒരു ഗംഭീര ട്രീറ്റ് ചെയ്ത സിനിമ എന്നുള്ളതാണ്. ആ ഒരു കേവിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്നതിന് ശേഷം അതിനുള്ളിൽ ആ സംഭവങ്ങളൊക്കെ ശരിക്കും കൂടുതലായിട്ടൊന്നും എടുത്ത് കാണിച്ചിട്ടില്ല. ആ സംഭവങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുത്ത് കാണിച്ചില്ല. എന്നാലും പുറത്ത് നിൽക്കുന്നവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എടുത്ത് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അത് നല്ല രീതിയിൽ തന്നെ അവർ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഋഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം. ബ്രഹ്മയുഗം, പ്രേമലു, ഇപ്പോൾ ആണെങ്കിൽ മാഞ്ഞുമൽ ബോയ്സ് രക്ഷയില്ല, കിട്ടുന്ന പടം. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. എന്തായാലും ഒരു സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയാം. ഒരു എന്റർടൈൻമെന്റ് 45 മിനിറ്റ് നമ്മളെ രസിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതിനുശേഷം പെട്ടെന്ന് അങ്ങോട്ട് മാറി, ടോൺ അങ്ങോട്ട് മാറി പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു മാഞ്ഞുമൽ ബോയ്സിനെ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പേപ്പർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക, ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അടുത്ത സീൻ എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ പോലും നമ്മളെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളതാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് നല്ല കൈയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹൗസ്ഫുൾ ആയിട്ടുണ്ടോ, ഏകദേശം 5-6 സീറ്റൊക്കെ ബാലൻസ് ഉള്ളായിരുന്നു. 505 സീറ്റുള്ള തിയേറ്റർ ആയിരുന്നു. 5-6 സീറ്റൊക്കെ ബാലൻസ് ഉള്ളത് തോന്നും. ഹൗസ്ഫുൾ ആയിരുന്നു. ഗംഭീര കൈയടിയായിരുന്നു ക്ലൈമാക്സിലും ഓരോ സീനിലും ഗംഭീര കൈയടിയായിരുന്നു സിനിമയ്ക്ക്. എല്ലാവരും ഇഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് തന്നെയാണ് ആ ഒരു കൈയടി കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. കിള്ള കൈയടിയായിരുന്നു ക്ലൈമാക്സിലൊക്കെ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒരു ഗംഭീര അനുഭവം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അഭിപ്രായം ശ്രമിക്കുക. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ചാനലിൽ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്, ടച്ച് മീ നോട്ട് പറഞ്ഞ ഷോർട്ട് ഫിലിം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും.